എല്ലാ തവണയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് അതിന് ഇടങ്കോലിടാറുണ്ട്. കേരളത്തിനൊന്നും തന്നില്ല എന്ന് പറയാറുണ്ട്. അവസാനം നിർമ്മലാ സീതാരാമൻ തന്നെ നേരിട്ട് വന്ന് ജോൺ ബ്രിട്ടാസിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയും ഒരു ആചാരം എന്ന പോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് എത്തിയത് മുതൽ. എന്നാൽ ഇത്തവണയും ആ ആചാരത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ കിളി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ള ആ പ്രഖ്യാപനം തന്നെ ജോൺ ബ്രിട്ടാസ് കണ്ടില്ല എന്നടിച്ചു. എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ജോൺ ബ്രിട്ടാസിന്റെ ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ഈ ആദായ നികുതിയെ സംബന്ധിച്ചുള്ളതായിരുന്നു. കാരണം പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നു. എന്നാൽ ഇത്തവണ നിർമ്മലാ സീതാരാമൻ 12 ലക്ഷം വരെ ഉള്ള വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒടുക്കണ്ട എന്നുള്ള തീരുമാനം ജോൺ ബ്രിട്ടാസ് കണ്ടതുപോലുമില്ല. ചത്തതുപോലെ ഇരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. എന്നാൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന ജോൺ ബ്രിട്ടാസ് വലിയ രീതിയിൽ വാദിച്ചു. ബീഹാറിനാണ് വാരിക്കോലി കൊടുത്തത് എന്നൊക്കെയുള്ള പതിവ് പല്ലവികൾ ജോൺ ബ്രിട്ടാസ് ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസിന് നിർമ്മലാ സീതാരാമൻ മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കാണാനായിട്ട് സാധിച്ചത്. വലിയ ചർച്ചയുമായിരുന്നു അത് എന്നുള്ളതാണ് വേറൊരു കാര്യം. നിർമ്മലാ സീതാരാമൻ എന്താണ് പറഞ്ഞത്? കേരളത്തിനുള്ള കേന്ദ്ര പദ്ധതികൾ എണ്ണിയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. കേരളത്തിന് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള വാക്പോരിന് പിന്നാലെയാണ് ഈ പദ്ധതികൾ എണ്ണി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. GST കുറിച്ചുള്ള ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് അത് നിങ്ങളുടെ സംസ്ഥാനത്തുള്ള ധനമന്ത്രിയോട് പോയി ചോദിക്കൂ, അത് എന്നോടല്ല ചോദിക്കേണ്ടത് എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. മറുപടി പറയാൻ ധനമന്ത്രിക്ക് കഴിയുള്ളൂ, ധനമന്ത്രിയാണ് അതിന് ബാധ്യസ്ഥൻ എന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര മന്ത്രിസഭ പാലക്കാട് വ്യാവസായിക അനുമതി അംഗീകരിച്ചുവെന്നും കണ്ണൂർ വിമാനത്താവളത്തിന് RCS ഉഡാൻ പദ്ധതി പ്രഖ്യാപിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ബ്രിട്ടാസിനോട് ചോദിച്ചത്. കോട്ടയത്ത് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് 2014 ശേഷം 1300 കിലോമീറ്റർ ദേശീയപാത നമ്മൾ നിർമ്മിച്ചു, അതായത് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു നൽകി. എന്നാൽ മുഹമ്മദ് റിയാസാണ് ക്രെഡിറ്റ് എടുക്കുന്നത്. ഭാരത് മാല പദ്ധതി വഴി ദേശീയപാത ഇടനാഴികൾ അത് മുഹമ്മദ് റിയാസിന്റെ ക്രെഡിറ്റിലേക്കാണ് പോകുന്നത്. ക്രെഡിറ്റ് വേണ്ട, പുഞ്ചിരി മതി എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവരതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തുവെന്നും കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനെ അടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. കൊച്ചി മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2014 മുതൽ മെട്രോ റെയിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിന് 3042 കോടിയാണ് റെക്കോർഡ് റെയിൽവേ വിഹിതം തന്നത്. ഇതൊന്നും കാണുന്നില്ല ബ്രിട്ടാസ് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ബ്രിട്ടാസിന് ഒന്നും പറയാനില്ലായിരുന്നു. 125 കിലോമീറ്റർ പുതിയ ട്രാക്കുകൾ നിർമ്മിച്ചു, 2 വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചു, 35 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിച്ചു. ഇതെല്ലാം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 1.6 ലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകി. എന്നാൽ ഇതെല്ലാം പിണറായി വിജയൻ തൻ്റെ ക്രെഡിറ്റിൽ എടുത്തുകൊണ്ട് താനാണ് നിർമ്മിച്ച് നൽകിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ 2.5 ലക്ഷം ശുചിമുറികൾ നിർമ്മിച്ച് നൽകി. ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി 21 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകി. നമുക്കറിയാം ഇന്നും പല ആദിവാസി ഊരുകളിലും കുടിവെള്ളം ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം കേരളത്തിൽ ജോൺ ബ്രിട്ടാസ് പോയി ഉന്നയിക്കുകയൊന്നുമില്ല. കേന്ദ്രം കൊടുക്കുന്നു, അത് ധനമന്ത്രി തന്നെ വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. 82 ലക്ഷം ആയുഷ്മാൻ കാർഡുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തു. 1500 ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 66 ലക്ഷം ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. 1.6 കോടി മുദ്ര അക്കൗണ്ടുകൾ അനുവദിച്ചായും കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടും കേരളത്തിനൊന്നും തന്നില്ല എന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസിന്റെ വാദത്തിന്റെ മുനയൊടിച്ചാണ് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.